ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന മെത്തഡാണ്, അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മൾ ചേസിന് വേണ്ടി മെയിനായിട്ട് എടുക്കുന്ന ഇതുപോലുള്ള വടികളാണ്. ഇത് മരത്തിൻ്റെ പീസാണ്. ഇത് നമ്മളെ ജനലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ ജനലിൻ്റെ പാളികളൊക്കെ അതിൽ ആ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെക്കുന്ന ഒരു പീസാണിത്. ഇത് എനിക്ക് കുറച്ച് പീസ് അങ്ങനെ ബാക്കി വന്നപ്പോൾ കിട്ടിയതാണ്. ഇത് ഒന്നിക്കിൽ ആശാരിമാരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പം കിട്ടും. അവർ ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്ന പീസൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത്, ജനലിൻ്റെ ഒക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെക്കുന്നതാണ്. ഇതാകുമ്പോൾ നല്ല ഉറപ്പ് കിട്ടും, നല്ല സ്ട്രോങ് ആയിരിക്കും. അല്ല ഇത് കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PVC ചെയ്യാം, അല്ലെങ്കിൽ ഫോം ഷീറ്റ് തന്നെ 5mm ഫോം ഷീറ്റ് 2 പീസ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. പക്ഷേ എങ്കിൽ ഇതിൻ്റെ അത്ര ഉറപ്പ് എന്തായാലും അതിനുണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിപ്പം കഴിയാനായി 2-3 വണ്ടി ചെയ്തു. അപ്പോൾ ഇതിന് എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ നോക്കണം. ഫോം ഷീറ്റ് ചെയ്ത് ഇത്ര ഉറപ്പ് നമുക്ക് കിട്ടൂല. ഇങ്ങനെ പിടിച്ച് ഓടിച്ച് കഴിഞ്ഞാൽ പൊട്ടും. ഇതിപ്പോൾ എങ്ങനെ ഓടിച്ചാലും പൊട്ടൂല. നല്ല ഇത് തേക്ക് മരത്തിൻ്റെ ഇതാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്കിത് ബസ്സിൻ്റെ നമ്മൾ ഫുൾ ചേസ് ആയിട്ടുള്ള ചെയ്യുന്നത് നമ്മളൊരു ആവശ്യത്തിന് സാധാരണ ബസ്സിൻ്റെ ചേസ് പറഞ്ഞാൽ ബസ്സിൻ്റെ ലെങ്ത്തിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ മിനിയേച്ചർ ചെയ്യുമ്പോൾ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ഫുള്ള് ചേസ് ആയിക്കഴിഞ്ഞാൽ വയറൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ബേക്കിൽ ഡിക്കിയെല്ലാം വരുന്ന ഭാഗത്തെല്ലാം ചേസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു നീളത്തിൽ നമ്മളിത് ഇവിടെ ഏകദേശം ഈ ഒരു കട്ടിങ്ങിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതേപോലുള്ളൊരു ആക്സോ ബ്ലേഡ് വെച്ചാൽ ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആക്സോ ബ്ലേഡിന് കുറച്ച് മൂർച്ച കുറവാണ്, അതുകൊണ്ടാണ് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമുക്ക് ഒരു പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 പീസ് ഫുൾ ലെങ്ത് പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയ പീസ്. ഇനി നമുക്കിത് ഇവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഫോം ഷീറ്റിൻ്റെ പീസ് വെച്ച് ഇവിടെ ക്രോസ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ ഒട്ടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫോം ഷീറ്റ് 5mm ഫോം ഷീറ്റ് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ നടുക്കിനൊരു ചെറിയൊരു പീസ് ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചേസിൻ്റെ സ്ട്രക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് വീൽസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. വീൽസ് ഏതാ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇതാ നമ്മൾ വീല് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീൽസ് കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇതിപ്പോൾ 5mm ഷീറ്റ് 3 പീസാണ് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചത്. 3 പീസ് ഒട്ടിച്ചിട്ടാണ് ഒരു ടയർ ആക്കിയത്. ഇത് നമ്മൾ 11 സെൻറ്റിമീറ്റർ വീതിക്ക് ചെയ്യുന്ന വണ്ടിയല്ല, 13 സെൻറ്റിമീറ്റർ വീതി വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ടയറാണ്. അതുകൊണ്ട് തന്നെ 3 പീസ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അതിന് ശേഷം 2mm ഷീറ്റ് ഇങ്ങനെ ഒരു ഗ്രിപ്പ് പോലെയുള്ള ആ ഒരു പീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഈ ഒരു റിമ്മിൻ്റെയും കാര്യങ്ങളെല്ലാം വർക്ക് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രിപ്പൊക്കെ ചെയ്യാനുണ്ട്. ജസ്റ്റ് ടയറിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി ടയർ ആക്കാൻ തീരെ ഒരു സംശയമുള്ളവർ ഞാൻ ഓൾറെഡി ഒരു ടയർ ആക്കുന്ന വീഡിയോ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഒരു വർഷം മുന്നേ, ഏകദേശം ഒരു വർഷം മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ടയറാക്കാൻ അങ്ങനെ വീഡിയോ ഇടേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. റൗണ്ട് പീസ് കട്ട് ചെയ്ത് എല്ലാം കൂടി ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. ഇനി തീരെ അറിയാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ചെറിയ മാറ്റമുണ്ട്. ഇത് ആ ഒരു മോഡലല്ല, ചെറിയ മാറ്റമുള്ള മോഡലാണ്. എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് അത് കണ്ടാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വീൽ റൊട്ടേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രണ്ട് വീൽ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ മസ്റ്റായിട്ടൊരു 2 ബെയറിങ്, ഒന്നല്ല 2 ബെയറിങ് വേണം, ബോൾ ബെയറിങ്. ഇത് ഏറ്റവും ചെറിയതാണ് സൈസ്. ഇതിൻ്റെ മോഡൽ നെയിം ഇത് തുരുമ്പ് പിടിച്ചിട്ട് പോയിട്ടുണ്ട്, വാങ്ങിയിട്ട് കുറേ 607 ഇസഡ് എന്നുള്ള ആ ഒരു മോഡൽ നെയിമാണ്. അതായത് 607 ഇസഡ് എന്നുള്ളൊരു മോഡൽ വരുന്നതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ 10 എണ്ണത്തിന് 250 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നത്. ഇതിപ്പോൾ എൻ്റെ 2 എണ്ണേ ഉള്ളൂ. ബേക്കിൽ ഞാൻ ബെയറിങ് ഇടുന്നില്ല.
അല്ല ബേക്കിലിടണമെന്നുണ്ടെങ്കിൽ 4 ബെയറിങ് നമുക്ക് വേണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, ഉണ്ടെങ്കിലേ ഇടുമായിരുന്നു. ഇനിയിപ്പോൾ ഇത് 2 എണ്ണത്തിനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 10 എണ്ണം മേടിക്കുന്നത് ശരി ഒരു കാര്യമില്ലല്ലോ. നമുക്ക് വേറെയും വർക്കുണ്ടെങ്കിലേ അങ്ങനെ മേടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള ഷോപ്പിലൊന്നും ഇതില്ല. ഇത് 2 എണ്ണമായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും ബെയറിങ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ബേക്കിൽ എന്തായാലും ബെയറിങ് ബേക്കിൽ ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ബസ് നമ്മൾ കസ്റ്റമർ പിന്നീട് RC ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബെയറിങ് ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബെയറിങ് എന്തായാലും ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു ബെയറിങ് നമ്മൾ എന്തായാലും നമുക്ക് വേണം ഫ്രണ്ട് വീലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ വേണ്ട നോക്കാം. നമുക്കിതിനൊരു പെൻസിലോട് വേണ്ടി വരും. ഇതിപ്പോൾ നല്ലൊരു പെൻസിലാണ്. ഇത് ചെറിയൊരു കഷ്ണം മതി, ഒരു ചെറിയൊരു പീസ് മതി. മോശം ഏതെങ്കിലും പൊട്ടിയ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ കയ്യിൽ വേറെ പെൻസിലൊന്നും ഇല്ല. കുറച്ചുകൂടി മോശമായ ഒരു പെൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും എടുക്കാം. ഇത് കുറച്ച് മോശമായ പെൻസിലാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. നമ്മൾ ആ ഒരു പെൻസിൽ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹോൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല പെൻസിലൊക്കെ എടുക്കുക. ഞാൻ ഇപ്പോൾ ഹോൾ ഇട്ടാരോ ചെറുങ്ങനെ അത് വിണ്ട് കയറിയിട്ടുണ്ട്. ഞാൻ പ്ലസ്റ്റിക് വെച്ച് അങ്ങനെ ഒട്ടിച്ച് വെച്ചാണ്. കുറച്ച് ഉറപ്പുള്ള പെൻസിലിട്ടിട്ട് ഇതേപോലെ ഒരു ഹോളും ഇട്ടെടുക്കുക. ഈ ഒരു ഭാഗം കുറച്ചൊന്ന് റൗണ്ടാക്കി കൊടുക്കുക. ബെയറിങ് കയറാൻ പാകത്തിന് ബെയറിങ്ങിൻ്റെ സൈസിന് ഒന്ന് റൗണ്ടാക്കുക. ഈ ഭാഗം എങ്ങനെ ഒരു ഫ്ലാറ്റാക്കി കട്ട് ചെയ്തെടുക്കല്ല, ഒന്ന് ബ്ലേഡ് കൊണ്ടൊന്ന് ചെത്തിയൊരു ഫ്ലാറ്റാക്കി എടുക്കുക. ഇപ്പുറത്തെ ഭാഗം റൗണ്ടും ആക്കി എടുക്കുക. അതുപോലെ 2 പീസ് 2 ടയറിന് വേണ്ടിയിട്ട് ഇതിലും ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പീസ്, ഇതേപോലെ 2 പീസ്. അതിന് ശേഷം ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഫോം ഷീറ്റിൽ ടയറിൻ്റെ നമുക്ക് ബോഡീൻ്റെ ടയറിൻ്റെ വരേണ്ട ഒരു അളവുണ്ടാവുമല്ലോ, ആ ഒരു അളവിന് 2 5mm ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെവിടെ വെക്കാം. ഇതിന് കുറച്ച് മുന്നേ നമുക്ക് ഇതേപോലെ ബെയറിങ് കയറാൻ പാകത്തിന് ഫ്രണ്ട് വീലിൽ റൗണ്ട് ഇട്ട് എടുക്കാനായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ആദ്യം ബെയറിങ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പാകത്തിന് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ബെയറിങ് കയറാൻ പാകത്തിന് നമ്മൾ 2 കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 5mm ഒരു ഷീറ്റ് കട്ട് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ല 3 ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ ഒറ്റൊരു ഷീറ്റ് കട്ട് ചെയ്താൽ മതി. ഈ ഒരു ബെയറിങ്ങിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 5mm ആണ്. ഞാൻ പറഞ്ഞ ഒരു സൈസിലുള്ള ബെയറിങ്ങിൻ്റെ തിക്നെസ് 5mm ആണ്. അതുകൊണ്ട് ഒരു ഷീറ്റ് കട്ട് ചെയ്താൽ മതി. ഒരു ഷീറ്റ് ഇതിൻ്റെ നടുക്കുണ്ട്. പിന്നെ അടുത്തൊരു ഷീറ്റ് നമ്മൾ മറ്റേ റിമ്മിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഇതിലുള്ളൂ. ബാക്കി 2 ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഈ 2 പീസിലും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പെൻസിലില്ല, ഇത് ഇവിടെ വെച്ചിട്ട് ഇതിലെ കൂടെ കമ്പി കയറ്റിയിട്ട് ഈ മുകളിലത്തെ പീസും കൂടി വെക്കുക. എന്നിട്ട് നടുക്കേ കൂടെ കമ്പി ഒന്ന് കയറ്റുക. ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ഇതില്ല, അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ലൈറ്റ് ഇടാം. ഫ്രണ്ട് വീൽ റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വേറെ പ്രത്യേകിച്ച് ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ഈ പെൻസിലിൻ്റെ ഇവിടെ ഒരു കമ്പി ഒട്ടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ബെൻഡാക്കി ഇട്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പി ഒട്ടിച്ചിട്ട് ആ പെൻസിലിൽ കമ്പി ഒട്ടിച്ചിട്ട് ഇങ്ങനെ ബെൻഡാക്കി ഇട്ടു. അതിന് ശേഷം ഈ കമ്പിയുടെ ഈ അറ്റം ഇങ്ങനെയും ബെൻഡാക്കി 2 കമ്പീൻ്റെയും. എന്നിട്ടൊരു ഫോം ഷീറ്റിൻ്റെ പീസ് ഒട്ടിക്കരുത്. ആ ഒരു ഹോളാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മൂവ് ചെയ്യണം. ഒട്ടിച്ച് കഴിഞ്ഞാൽ വർക്കാവില്ല. അപ്പുറം ഒട്ടിക്കുക. ഈ ഭാഗം ഇങ്ങനെ ഫ്രീ മൂവ് കൊടുക്കണം, എന്നാലും ഇങ്ങനെ വർക്കാവും. അപ്പോൾ നമ്മൾ എന്നിട്ട് ചേസിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാണ് ബെയറിങ്ങിലേക്ക് ടയറെല്ലാം ഫിറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതത്രയാണ് കാര്യങ്ങൾ. പിന്നെ ബാക്ക് വീല് ഇപ്പം കമ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കമ്പി ചെയ്യുന്നത് ഇത് നമ്മളെ കമ്പിത്തിരിയില്ലേ, വിഷുവിനുള്ള കത്തിക്കുന്ന കമ്പിത്തിരീൻ്റെ കമ്പിയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ വിഷുവിൻ്റെ ടൈം എല്ലാവരും കളക്ട് ചെയ്ത് വെച്ച ആവശ്യം വരുന്നു. ഇപ്പം ഇങ്ങനെ കുറേ ആവശ്യം ഇതിനായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഉറപ്പും ഉണ്ടാവും ഈ കമ്പിത്തിരീൻ്റെ. പക്ഷേ ശ്രദ്ധിക്കണം, മറ്റേ വെടീൻ്റെ ആ ഒരു മരുന്നും കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. വാഷ് ചെയ്തിട്ട് എടുത്താൽ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വിഷുവിൻ്റെ ടൈമേ എടുത്ത് വെച്ച കമ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതും ചേസിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റീഫില്ലിൻ്റെ പീസ് എടുക്കാം. റീഫില്ലിൻ്റെ പീസ് എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു അളവുണ്ട്. ഈ ടയർ ഇവിടെ വരുന്നെടുക്കുന്ന മുറിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. ഇതിപ്പം ഒരു ടയർ ഊരി എടുത്തിട്ട് റീഫില്ല് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റിയിട്ട് ടയർ ഇട്ട് കൊടുത്താൽ ഞാൻ ഒന്ന് ആക്കിയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ റീഫില്ലുള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 അറ്റം കണ്ട കുറച്ച് കമ്പി പുറത്തേക്ക് വെക്കണം ഇപ്പുറം. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഫോം ഷീറ്റ് കട്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോൾ ഇപ്പം ഇങ്ങനെ
ഇപ്പം എനിക്ക് ഒരു കൈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ റീഫില്ല് നമുക്ക് ഇനി ചേസിൽ ഒട്ടിക്കാം. എന്നിട്ടാകുമ്പോൾ ഇങ്ങനെ ടയർ ഇങ്ങനെ കറക്കിയാൽ കറങ്ങും, റീഫില്ലിൻ്റെ ഉള്ളിൽ ആ കമ്പി കറങ്ങും. അപ്പോൾ അങ്ങനത്തെ അനുസരിച്ച് കമ്പി എടുക്കണം. വലിയ തടിയുള്ള കമ്പിയാണെങ്കിൽ റീഫില്ലിൽ കയറില്ല. ഇപ്പോൾ റീഫില്ലിൽ ഇങ്ങനെ ഫ്രീ മൂവ് ആകുന്ന ടൈപ്പുള്ള സൈസുള്ള കമ്പി എടുക്കണം, എന്നാലേ ഇത് വർക്കാവും. ഇനി നമുക്കിത് ഒരു ഫോം ഷീറ്റിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് ചേസിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ ചേസിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബാക്ക് വീൽ ഇവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് വീലും. പിന്നെ ഈ 2 പീസ് ബാക്കിലും മുമ്പ് 2 പീസ് അത് ബോഡി ആയിട്ടുള്ളൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ബോഡി ഇതിൽ വെക്കുമ്പോൾ ഹൈറ്റ് കറക്റ്റ് ആവാൻ വേണ്ടി വെച്ച പീസാണ്. അത് തൽക്കാലത്തേക്ക് വെച്ചാൽ, അതുകൊണ്ട് തന്നെ അധികം ഇതാക്കിയില്ല. ഇതിപ്പോൾ നമ്മൾ ചേസ് ഫിക്സ് ആക്കൂല, വെറുതെ ഇങ്ങനെ വെക്കുകയല്ലോ. നമ്മൾ ഓരോ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ ചേസ് വയറിങ്ങെല്ലാം ചെയ്യുമ്പോൾ ചേസ് ഊരണ്ടെല്ലാം വരും. അപ്പോൾ വെറുതെ വെക്കുമ്പോൾ കറക്റ്റ് അളവാകാൻ വേണ്ടിയിട്ട് 2 പീസ് വെച്ചതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ പിന്നെ ബ്ലാക്ക് കളറൊന്നും അടിച്ചിട്ടില്ല, അതിനിപ്പോൾ അടിക്കണം. ഇനിയിപ്പോൾ രാത്രി സന്ധ്യയായി, രാത്രി ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പണി തീർത്തിട്ട് വീഡിയോ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബ്ലാക്ക് ഒന്നും അടിക്കുന്നത്. അപ്പോൾ ചേസ് നല്ലോണം മൂവ് ആകുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റോട്ട് അടിച്ച് ഇതാ ഞാൻ ഇപ്പുറം വെച്ച് കാണിച്ചു തരാം. കറക്റ്റാണ്, എല്ലാം കറക്റ്റ് തന്നെയാണ്. വീൽ റൊട്ടേഷൻ കുറച്ചൊരു ടഫ് ഉണ്ട്, അത് പിന്നെ അങ്ങനെ വേണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അത് വീൽ റൊട്ടേഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്കാകുന്നുണ്ട്. ഇപ്പോൾ ഒരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ എല്ലാ ടയറൊന്നും അങ്ങനെ കറങ്ങൂല. ചിലപ്പോൾ ബോഡി വെയിറ്റ് വരുമ്പോൾ കറക്റ്റ് സെറ്റായിക്കോളും. നമുക്ക് ജസ്റ്റ് ബസ് ഇതിലൊന്ന് വെച്ച് നോക്കാം, കറക്റ്റാണോ, അളവെല്ലാം കറക്റ്റാണോ നോക്കാം ഒന്ന്. ചേസ് എന്തായാലും ഇവിടെ നിൽക്കട്ടെ, പോയിട്ട് ബസ് എടുത്തിട്ട് വരാം. നമ്മളെ ബോഡി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേസ് പ്രശ്നമൊന്നുമില്ല. ചെറിയ ഫ്രണ്ട് വീലിൻ്റെ റൊട്ടേഷനിൽ കുറച്ച് വീതി കൂടി പോയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലെ വീല് കുറച്ച് പുറത്തോട്ടാണ് ഉള്ളത്. അതൊന്ന് റെഡിയാക്കി എടുത്താൽ പ്രശ്നമില്ല, അത് പ്രശ്നമൊന്നുമില്ല. വീതി കുറച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതും കൂടി സെറ്റാക്കിയാൽ ഇപ്പം തന്നെ കുഴപ്പമൊന്നുമില്ല. ആകെ ചെറിയൊരു പ്രശ്നം അതാണ്. വണ്ടി ഇപ്പോൾ ഇതാണ് അവസ്ഥ, ചേസ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ടയർ കുറച്ച് എന്തോ ഒരു വളഞ്ഞ പോലെ തോന്നുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് ലാസ്റ്റ് സെറ്റാക്കാം. ഇപ്പോൾ ബോഡി വെയിറ്റ് വരുമ്പോൾ ചെറുങ്ങനെ വളയുന്നുണ്ട്, ആ ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇരുടാകുന്നതിനിടക്ക് വീട് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു തട്ടിക്കൂട്ട് പരിപാടി ആക്കിയതാണ്. അതുകൊണ്ടാണ് പ്രശ്നം നമ്മളിനിപ്പോൾ പരിഹരിക്കും, കുറച്ച് മിനിറ്റാകുമ്പോൾ റെഡിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ചേസ് ഉണ്ടാക്കുന്ന വീഡിയോ. ഫ്രണ്ട് വീൽ ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷനെല്ലാം ആകുന്നുണ്ട്. ബോഡി നല്ല വെയിറ്റ് ഉണ്ട്. ഒന്നാമത് വലിയ വണ്ടിയാണ്, അത് പോരാത്തതിന് സീറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഡോറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ലൈറ്റെല്ലാം ഉള്ള മോഡലാണ്. ലൈറ്റൊക്കെ ഞാൻ കത്തിച്ച് പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം അതിനൊന്ന് വയറിങ്ങെല്ലാം പോയി കിടക്കുകയാണ്. ഡോറൊക്കെ ടൈറ്റായിട്ടുണ്ട്, ആ പെയിൻ്റ് അടിച്ചുകൊണ്ട് ബ്ലാക്ക്, അങ്ങനെ ഡോറെല്ലാം സെറ്റാക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പണി ഗ്ലാസ് ഫിറ്റ് ചെയ്യലാണ്. ഗ്ലാസ് ഫിറ്റ് ചെയ്ത് പുട്ടിയിടലാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ഇടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഉപകാരമായിരിക്കും. ഫ്രണ്ട് വീൽ റൊട്ടേഷനൊക്കെ കുറേ ആൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി.